ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം. നേരത്തെ ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലും ഇരു വിഭാഗങ്ങളും ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നില്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങളൊക്കെ മരിക്കാനിടയായത് നടത്തിയ ആക്രമണത്തിന്റെ മിസൈൽ ഈ സ്കൂളിൽ വന്ന് പതിച്ചാണ്. പക്ഷേ ഒരു ജനവാസ കേന്ദ്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ബഹ്റൈനിൽ അങ്ങനെയല്ല, മറിച്ചുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തന്നെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ നടക്കുന്ന ദൃശ്യങ്ങളാണ്. നൂറുകണക്കിന് ആളുകൾ താമസിച്ചിരുന്ന കെട്ടിട സമുച്ചയമാണ് കത്തിയെരിയുന്നത്. ബഹ്റൈനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സഹൽ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നത്. സഹൽ, വളരെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത്രയധികം ആളുകൾ താമസിച്ചിരുന്ന കെട്ടിടത്തിലാണ് ഈ സ്ഫോടനം ഉണ്ടായതെങ്കിൽ എന്താകും കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ജനവാസ മേഖലയിലേക്ക് യുദ്ധം വ്യാപിക്കുന്നു എന്നുള്ളതാണോ? പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണിത്. ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായ അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതായത് കേവലം ഒരു കെട്ടിടത്തിലേക്കല്ല ആക്രമണം നടത്തിയിരിക്കുന്നത്. വിവിധ താമസ കേന്ദ്രങ്ങൾക്ക് നേരെ മനാമയിൽ ആക്രമണമുണ്ടായി. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. അതായത് ഏതെങ്കിലും ആക്രമണം ലക്ഷ്യം തെറ്റിയെത്തിയതല്ല, അതായത് കെട്ടിടങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം നടന്നുവെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സിവിൽ ഡിഫൻസ് അവിടെ തീ കെടുത്തുന്നതിനും വേണ്ടിയുള്ള മറ്റു രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കും എന്നുള്ളതാണ് ബഹ്റൈൻ അറിയിച്ചിരിക്കുന്നത്. ബഹ്റൈൻ അൽജർഫ് മേഖലയിൽ നിന്ന് ഉൾപ്പെടെ പൗരന്മാരെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ആക്രമണം ഉണ്ടാകുമെന്ന് നേരത്തെ മുൻകൂട്ടി ബഹ്റൈൻ കണക്കാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി നേരത്തെ ഗതാഗതം നിയന്ത്രിക്കുകയും ഇടയ്ക്ക് ഗതാഗതം സാധാരണ നിലയിലാകുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിച്ച്, അതായത് ഗൾഫ് നാടുകളിലെ താമസ കേന്ദ്രങ്ങളുടെ പ്രത്യേകത വലിയ ഫ്ളാറ്റുകളിൽ, ബഹുനില കെട്ടിടങ്ങളിൽ ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ജനവാസമുള്ള മേഖലകളാണ് ഓരോ കെട്ടിടങ്ങളും. അവയെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. നേരത്തെ UAE-യിലും ഒപ്പം അബുദാബി, ദുബായ് ഉൾപ്പെടെ UAE-യുടെ മേഖലകളിലും ഇത്തരത്തിൽ ജനങ്ങൾ ഇടപെടുന്ന മേഖലകളിലേക്ക് മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണിരുന്നു. കുവൈറ്റ് എയർപോർട്ടിൽ ജനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ സ്വഭാവം ഈ തരത്തിൽ മാറുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. സഹൽ, തുടരണം, കൂടുതൽ വിവരങ്ങൾ എടുക്കൂ. വളരെ പേടിപ്പെടുത്തുന്ന വാർത്തയും ദൃശ്യങ്ങളും ഒക്കെ തന്നെയാണ് കാണുന്നത്. കാരണം സഹൽ പറഞ്ഞൊരു വാക്ക്, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഒരു സ്ഥിരീകരണമായി പറയുന്നത്, അല്ലെങ്കിൽ അറിയിപ്പായി അവിടുത്തെ തന്നെ ചില സ്ഥിരീകരിക്കുന്ന അറിയിപ്പായിട്ട് പറയുന്നത് ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വന്ന മിസൈൽ തന്നെയാണെന്നുള്ളതാണ്. അതേറെ ആശങ്കയുണ്ടാക്കുന്നതും പേടിപ്പെടുത്തുന്നതുമാണ്. കാരണം നേരത്തെ ഇരുപക്ഷവും ആക്രമണം നടത്തിയിരുന്ന ഏതെങ്കിലും ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചല്ല, പ്രത്യേകിച്ചും ഈ രാജ്യങ്ങളുടെ തന്നെ നാവിക അല്ലെങ്കിൽ വ്യോമനാവിക താവളങ്ങളൊക്കെ ലക്ഷ്യമിട്ട് ആ തരത്തിലുള്ള ആക്രമണങ്ങളായിരുന്നു. നമ്മൾ നേരത്തെ ഇറാനിൽ നിന്നുള്ള മിനാബിലൊരു സ്കൂളിലുണ്ടായ ആക്രമണമൊക്കെ ഒരു മിസൈൽ അവിടെ വന്ന് പതിച്ചുണ്ടായിട്ടുള്ള, അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളുടെ മരണത്തിനൊക്കെ ഇടയാക്കിയത്. പക്ഷേ ഇപ്പോൾ ബഹ്റൈനിൽ നിന്ന് വരുന്ന വാർത്ത വളരെ പേടിപ്പിക്കുന്നതാണ്, ആശങ്കയുളവാക്കുന്നതാണ്. ആ ദൃശ്യങ്ങൾ ഏറെ ഭയപ്പെടുത്തുന്നതാണ്. കാരണം അതിന്റെ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് ഇനി അവിടെ നിന്ന് വാർത്ത വരേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒട്ടേറെ പേർ താമസിക്കുന്ന കെട്ടിടമാണ് ഈ വിധത്തിൽ, ഫ്ളാറ്റ് സമുച്ചയമാണ് കത്തിയെരിയുന്നത് നമ്മൾ കണ്ടത്. മിസൈൽ വീണ് ഈ തരത്തിൽ കത്തുന്നത് നമ്മൾ കണ്ടത്. നമ്മൾ അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു ജനവാസ മേഖല കേന്ദ്രീകരിച്ച് ഈ ആക്രമണം നീങ്ങുന്നു എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ സംബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ ഒരു ആക്രമണം തുടങ്ങിയത്. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കുകയായിരുന്നു. പിന്നീട് ഇറാൻ നടത്തിയ തിരിച്ചടിയാണ് അത് ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ചും അമേരിക്കയുടെ വ്യോമനാവിക താവളങ്ങൾ, സുപ്രധാന താവളങ്ങളൊക്കെ ഈ മേഖലകളിൽ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണമാണ് ഈ ഗൾഫ് മേഖലയെ ഏറെ ആശങ്കയിലാക്കിയത്. പക്ഷേ അപ്പോഴും അമേരിക്കൻ താവളങ്ങളൊക്കെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയിരുന്നത്. അല്പം മുമ്പ് ഈ കുവൈത്തിന്റെ വിമാനത്താവളത്തിലേക്ക് ഒരു മിസൈൽ ആക്രമണം നടന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് അല്പം പേടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബഹ്റൈനിൽ നിന്ന് വരുന്ന ഈ ദൃശ്യങ്ങൾ ഏറെ ഭയപ്പെടുത്തുന്നതാണ്, ഏറെ ആശങ്കയുളവാക്കുന്നതാണ്. കാരണം ജനവാസ മേഖല കേന്ദ്രീകരിച്ച് മിസൈൽ ആക്രമണം, അത് ലക്ഷ്യമിട്ട് തന്നെയാണ് ആ മിസൈൽ എത്തിയത്. ജനവാസ കേന്ദ്രം ലക്ഷ്യമിട്ട് തന്നെയാണ് മിസൈൽ എത്തിയത് എന്നുള്ളത് ഏറെ നടുക്കുന്ന വാർത്തയാണ്. അത്
കൂടുതൽ അപകടങ്ങളിലേക്ക് അല്ലെങ്കിൽ ആൾനാശത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നുള്ള ഒരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. അവിടെ നിന്നുള്ള കൂടുതൽ സ്ഥിരീകരണങ്ങളും വാർത്തകളും ഒക്കെ വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. നിരവധി പേർ താമസിക്കുന്ന കെട്ടിടമാണ് ഈ വിധത്തിൽ ഒരു സ്ഫോടനത്തിൽ തകരുന്നത് നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹൽ സി മുഹമ്മദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. സഹൽ, കൂടുതൽ എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുണ്ടോ? കൂടുതൽ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ കൂടുതൽ ഇനി വരേണ്ടതാണ്. എന്തായാലും ഇത് അവിടെ നിന്നുള്ള കൂടുതൽ ജനങ്ങൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വലിയ കാര്യമാണ്, അതായത് കുവൈത്തിൽ 3 സൈനിക ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി കുവൈത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് ഇത് പതിച്ചാണ് ഈ 3 സൈനിക ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റത് എന്നാണ് ഇപ്പോൾ കുവൈത്ത് ഔദ്യോഗികമായി അറിയിക്കുന്ന കാര്യം. ഈ ആക്രമണം ഉണ്ടായ സ്ഥലം സംബന്ധിച്ചും കുവൈത്ത് വ്യക്തമായ ഒരു സൂചന നൽകിയിട്ടുണ്ട്. അതായത് കുവൈത്തിലുള്ള ഒരു എയർബേസിലാണ് ഇപ്പോൾ ഈ 3 സൈനികർക്ക് പരിക്കേറ്റതായി കുവൈത്ത് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അൽ സലീം എയർബേസിലാണ് ഇറാന്റെ ആക്രമണത്തിൽ ഈ അവശിഷ്ടങ്ങൾ തെറിച്ച് പരിക്കേറ്റതായി ഇപ്പോൾ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥിതിഗതികൾ ഇത്തരത്തിൽ വളരെ മോശമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്തായാലും നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും കൂടിയാലോചനയും എല്ലാം നടക്കുകയാണ്. ഈ സ്ഥിതിഗതികൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നത് സംബന്ധിച്ച്. ഇപ്പോൾ മറ്റൊരു അറിയിപ്പ് കുവൈത്തിൽ നിന്ന് തന്നെ അറിയിച്ചത്, അതായത് തറാവീഹ് നമസ്കാരങ്ങൾ, റമദാന്റെ ഭാഗമായുള്ള തറാവീഹ് നമസ്കാരങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് അത് ഒഴിവാക്കാനുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഈ കുവൈത്തിൽ 3 സൈനികർക്ക് പരിക്കേറ്റ വിവരം കുവൈത്തിന്റെ വിവരവിനിമയ മന്ത്രാലയം തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അലി അൽ സലീം എയർബേസ് എന്നാണ് കുവൈത്ത് അക്കാര്യത്തിൽ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു 1-2 കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചല്ലാതെ കണ്ണും പൂട്ടി ആയുധങ്ങൾ തൊടുക്കുന്ന തരത്തിലേക്ക് ഈ ആക്രമണം മാറുന്നു എന്നുള്ളതാണ് ഈ സ്വഭാവം വിലയിരുത്തുമ്പോൾ നമുക്ക്. അതാണ് ഈ രാവിലെ ഈ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം വരുമ്പോൾ തന്നെ നമുക്കറിയാപ്പോൾ GCC രാജ്യങ്ങൾ അതിനെ അപലപിച്ചിരുന്നു. ഈ എല്ലാ വിധത്തിലും അത് പ്രതിരോധിക്കാൻ ഒരുമിച്ച് നിൽക്കുമെന്നവർ പറയുകയൊക്കെ ചെയ്തിരുന്നു. തിരിച്ചടി ഏത് തരത്തിൽ വേണമെന്ന് ആലോചിക്കും, കൂട്ടായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് ഇപ്പോൾ ബഹ്റൈൻ അടക്കം പറഞ്ഞതൊക്കെ വന്നിരുന്നു. അതേ ബഹ്റൈനിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കെട്ടിട സമുച്ചയത്തിലേക്ക് ഇങ്ങനെയൊരു ആക്രമണം നടക്കുന്നത് നമ്മൾ കാണുന്നത്. അതൊരു പ്രകോപന നീക്കമാണോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു മേഖലയാകെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാണോ എന്നുള്ളതാണ്. നേരത്തെ തന്നെ എല്ലാവരും വിലയിരുത്തിയിരുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു ആശങ്ക, ഈ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മേഖലയാകെ ഒരു അസ്ഥിരതയിലേക്ക് വലിച്ചിഴക്കും എന്നുള്ളതായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇറാന്റെ ഈ ആക്രമണത്തിന്റെ ഒരു പാറ്റേൺ മാറുന്നത് എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളും ജനങ്ങൾക്കുണ്ടായ പരിക്കുകളും മരണവും എടുത്തു വെച്ച് നോക്കിയാൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഉണ്ടായിട്ടുള്ളതെല്ലാം സാധാരണക്കാരാണ് അതിന് ഇരയായിട്ടുള്ളത്. അബുദാബിയിൽ ഈ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് മരിച്ചത് ഒരു പ്രവാസിയാണ്. ദുബായിൽ 4 പ്രവാസികളാണോ അല്ലെങ്കിൽ പൗരന്മാരാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ 4 സാധാരണക്കാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. കുവൈത്തിലാണ് 3 സൈനികർക്ക് പരിക്കേറ്റിട്ടുള്ളത്. കുവൈത്ത് എയർപോർട്ടിൽ പരിക്കേറ്റവർ അവിടുത്തെ ജീവനക്കാരാണ്, ജോലിക്ക് എത്തിയ ആളുകളാണ്, നവീകരണ പ്രവർത്തനം ഉൾപ്പെടെയുള്ള ജോലികൾക്ക് എത്തിയ ആളുകളാണ്. അങ്ങനെ ഒരു സൈനിക താവളം അല്ലെങ്കിൽ അമേരിക്കയുടെ ബന്ധപ്പെട്ട താവളങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള എന്തിനേയും ആക്രമിക്കുക എന്ന തലത്തിലേക്ക് നോക്കുമ്പോൾ, ഒന്ന് ജനവാസ കേന്ദ്രങ്ങൾ ബഹ്റൈനിൽ, കുവൈത്തിൽ അന്താരാഷ്ട്ര വിമാനത്താവളം, ദുബായിലാണെങ്കിൽ ദുബായിൽ ഇപ്പോൾ കഴിഞ്ഞ തീപിടുത്തമുണ്ടായത് ഫാമിലെ ലേക്ക് റിസോർട്ടിന് സമീപമുള്ള കെട്ടിടത്തിൽ. അബുദാബിയിലാണെങ്കിൽ ഒരു സാധാരണക്കാരനാണ് ഒരു മിസൈൽ അവശിഷ്ടം പതിച്ച് കൊല്ലപ്പെട്ടത്. ഖത്തറിലും ഒരു മലയാളിക്ക് പരിക്കേറ്റതായിട്ടുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ നിലവിലുണ്ട്. ഈ അവശിഷ്ടങ്ങൾ തെറിച്ച് പരിക്കേറ്റതായുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. അങ്ങനെ ജീവിക്കാനായി ജോലി ചെയ്യാനായി മറ്റൊരു രാജ്യത്തെത്തിയ ആളുകൾ, സന്ദർശകരായി അല്പസമയം ചെലവഴിക്കാനെത്തിയ ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും UAE ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സുരക്ഷയ്ക്കായി മുന്നണി പോരാളികൾ എന്തായാലും രംഗത്തുണ്ട്. ഈ രാജ്യവും ഒപ്പം തന്നെ ഈ രാജ്യത്തെ വീട് എന്ന് വിളിക്കുന്നവരും നിങ്ങൾ എല്ലാവരും സുരക്ഷിതമായിരിക്കും എന്നാണ് UAE അറിയിച്ചിരിക്കുന്നത്. ദുബായ് മീഡിയ ഓഫീസാണ് ആ ഒരു അറിയിപ്പ് അറിയിട്ടുള്ളത്. എന്തായാലും എല്ലാ രാഷ്ട്രങ്ങളിലും തീ അണയ്ക്കാനും രക്ഷാപ്രവർത്തനത്തിലും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും തിരക്കിട്ട പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കൂടുതൽ ഗൗരവമുള്ള നിലപാടുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടായ്മകളെല്ലാം, ഗൾഫിലെ കൂട്ടായ്മകളെല്ലാം ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഈ ആക്രമണങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സഹൽ സി മുഹമ്മദാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. ഫ്ളാറ്റിലേക്ക് മിസൈൽ പതിക്കുന്ന നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ബഹ്റൈനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആക്രമണം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടും ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സഹൽ പറഞ്ഞതുപോലെ തന്നെ. അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപന നീക്കമാണോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരുന്നില്ല. പക്ഷേ ഒട്ടേറെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിലേക്കാണ് മിസൈൽ പതിച്ച് ഈ തരത്തിൽ സ്ഫോടനം നടക്കുന്ന പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾ അവിടെ നിന്ന് വന്നിട്ട് വേണം. പക്ഷേ ബഹ്റൈനിലെ ജനവാസ മേഖലയിലാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. രാവിലെ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി തുടങ്ങിയത് തന്നെ ഗൾഫ് മേഖലയിൽ നിന്നാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്ക താവളങ്ങളടക്കം ലക്ഷ്യമിട്ടുകൊണ്ടാണ് വ്യാപകമായി എല്ലാ രാജ്യങ്ങളിലും ഈ തരത്തിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായത്. അതിനെ വലിയ രീതിയിൽ അപലപിച്ചിരുന്നു GCC കൂട്ടായ്മയടക്കം. ഇറാന്റെ നടപടിയെ ഇറാനെ എതിർക്കുന്നതാണ്, GCC കൗൺസിൽ എതിർക്കുന്നതാണ് നമ്മൾ കണ്ടത്. തിരിച്ചടി നൽകുമെന്നടക്കം, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് തിരിച്ചടി നൽകേണ്ടതെന്നടക്കം ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് ബഹ്റൈന്റെ പ്രതികരണമൊക്കെ വന്നിരുന്നു. ബഹ്റൈനിലാണ് ഇപ്പോൾ ഈ തരത്തിൽ ജനവാസ മേഖല കേന്ദ്രമാക്കി അതൊരു ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ മറ്റ് താവളങ്ങൾ, അതായത് അമേരിക്കയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തന്ത്രപ്രധാന താവളങ്ങളിലേക്ക് വന്ന മിസൈൽ ദിശ മാറി പതിച്ചതല്ല ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന് മുകളിൽ നിന്ന്. ജനവാസ മേഖല ലക്ഷ്യമിട്ട് തന്നെ എത്തിയ മിസൈലാണെന്നുള്ളതിന്റെ സ്ഥിരീകരണമൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്നത്. വളരെ ആശങ്കയുണ്ടാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബഹ്റൈനിൽ നിന്ന്, ഗൾഫ് മേഖലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തരത്തിലേക്ക് ഇത് മാറുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ജനവാസ മേഖല ലക്ഷ്യമിട്ടൊക്കെ ഈ തരത്തിലേക്ക് ആക്രമണം മാറുകയാണെങ്കിൽ എന്താകും ഇതിന്റെ ഗതി എന്നുള്ളതാണ്. ഇപ്പോൾ UN രക്ഷാ കൗൺസിലിന്റെ ഒക്കെ ഒരു അടിയന്തര യോഗം ഇന്ന് പുലർച്ചെ 2 മണിക്ക്, അതായത് രണ്ട് രാജ്യങ്ങളും എത്രയും പെട്ടെന്ന് ആക്രമണം അവസാനിപ്പിക്കണം, സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങണം, കാര്യങ്ങൾ ചർച്ചകളിലൂടെ പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നൊക്കെ അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഹ്വാനം, യുദ്ധം അടിയന്തരമായി നിർത്തണമെന്നൊരു ആഹ്വാനം UN സുരക്ഷാ സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ് പുലർച്ചെ. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ വരുന്നത്.